UP സ്കൂൾ ടീച്ചർ സിലബസിലെ പാർട്ട് 1 സോഷ്യൽ സയൻസ് ഭാഗത്ത് നിന്ന് കേരള നവോത്ഥാനത്തിലെ വീഡിയോസാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കേരള നവോത്ഥാനത്തിൽ നിന്ന് വൈകുണ്ഠസ്വാമികൾ, തൈക്കാടയ്യ, ചട്ടമ്പി സ്വാമി ഇവരെക്കുറിച്ച് കഴിഞ്ഞ ഓഡിയോ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു അയ്യങ്കാളി. ഈ രണ്ട് നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് ഇന്നത്തെ ഓഡിയോ ക്ലാസ്സിൽ പറയുന്നത്. ഫസ്റ്റ് വൺ, ശ്രീനാരായണ ഗുരു. ശ്രീനാരായണ ഗുരു ജനിക്കുന്നത് 1855 ജന്മസ്ഥലം തിരുവനന്തപുരം ജില്ലയിലെ ചെമ്പഴന്തിയാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ശിവശതകം, നവമഞ്ജരി എന്നിവ. ഗുരുവിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ജാതി വ്യവസ്ഥ ഇല്ലാതാക്കുക, ഒരു പരിഷ്കൃത സമൂഹത്തെ രൂപപ്പെടുത്തുക എന്നിവയൊക്കെയായിരുന്നു ഗുരുവിൻ്റെ ലക്ഷ്യങ്ങൾ. ആലുവയിൽ സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് ശ്രീനാരായണ ഗുരുവാണ്. സർവമത സമ്മേളനത്തിൻ്റെ കവാടത്തിൽ ഗുരു കുറിച്ച വരികൾ ഇങ്ങനെയാണ്: വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ്. ശ്രീനാരായണ ഗുരു SNDP സ്ഥാപിച്ചത് 1903 മെയ് 15 ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം, അതാണ് SNDP സ്ഥാപിച്ചത് എന്താണ്? മെയ് 15, 1903. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ പ്രധാന വരികളാണ്, അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്. എന്തൊക്കെയാണ്? ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്, മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി. വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക. മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി. ഇനി ക്ഷേത്ര നിർമ്മാണമല്ല, വിദ്യാലയ നിർമ്മാണമാണ് ജനതയ്ക്ക് വേണ്ടത്. പ്രധാന ദേവാലയം വിദ്യാലയം തന്നെയാകണം. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രതിഷ്ഠകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ, കാരമുക്ക് ക്ഷേത്രത്തിലെ ദീപപ്രതിഷ്ഠ, ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠ, ഇവയൊക്കെയാണ് ഗുരുവിൻ്റെ പ്രധാന പ്രതിഷ്ഠകൾ. അതിൽ അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയത് 1888 ഗുരു ജനിക്കുന്നത് 1855 അദ്ദേഹം SNDP സ്ഥാപിക്കുന്നത് 1903 മെയ് 15. അരുവിപ്പുറത്തെ ശിവലിംഗ പ്രതിഷ്ഠ നടത്തുന്നത് 1888. അദ്ദേഹത്തിൻ്റെ അവസാന പ്രതിഷ്ഠയാണ് ആലപ്പുഴ ജില്ലയിലെ കളവങ്കോടത്തെ പ്രതിഷ്ഠ. ഓം എന്നെഴുതിയ കണ്ണാടിയാണ് കളവങ്കോടത്ത് ഗുരു പ്രതിഷ്ഠിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ പ്രതിഷ്ഠ ഏതാണ്? കളവങ്കോടത്തെ കണ്ണാടി പ്രതിഷ്ഠ. ഓം എന്നെഴുതിയ കണ്ണാടിയാണ് കളവങ്കോടത്ത് ഗുരു പ്രതിഷ്ഠിച്ചത്. SNDPയുടെ മുൻഗാമി എന്നറിയപ്പെടുന്ന സംഘടനയാണ് വാവൂട്ട് സംഘം. SNDPയുടെ മുൻഗാമിയാണ് വാവൂട്ട് സംഘം. SNDPയുടെ ആദ്യ സെക്രട്ടറി ആരായിരുന്നു? കുമാരനാശാനാണ് SNDPയുടെ ആദ്യ സെക്രട്ടറി. ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് 1913 1928 ഗുരു സമാധിയാകുന്നു. ശിവഗിരിയിലാണ് ഗുരു സമാധിയാകുന്നത്. 1855 ഗുരു ജനിക്കുന്നത്. 1928 ശിവഗിരിയിലാണ് ഗുരു സമാധിയാകുന്നത്. ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അപ്പോൾ ആലുവയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചു. അതെന്നാണ്? 1913. മരിക്കുന്നത് 1928 ശിവഗിരിയിലാണ്. ഗുരു ജനിക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ കുട്ടിയമ്മ, മാടനാശാൻ എന്നിവരാണ്. അദ്ദേഹത്തിൻ്റെ ഭവനം അറിയപ്പെട്ടിരുന്നത് വയൽവാരം വീട് എന്നാണ്. ശ്രീനാരായണ ഗുരു നാണു ആശാൻ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു.
ഗുരുവിനെ ഹഠയോഗവിദ്യ അഭ്യസിപ്പിച്ചത് തൈക്കാടയ്യയാണ്. ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ്. ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ജി ശങ്കരക്കുറുപ്പ്. ഗുരുവിൻ്റെ ആദ്യ പ്രതിഷ്ഠ സ്ഥാപിക്കുന്നതിൽ മുൻകൈയെടുത്തത് മൂർക്കോത്ത് കുമാരനാണ്, തലശ്ശേരിയിൽ. അപ്പോൾ ഗുരുവിൻ്റെ ആദ്യ പ്രതിഷ്ഠ എവിടെയാണ് സ്ഥാപിച്ചത്? തലശ്ശേരിയിലാണ്. അതിന് മുൻകൈയെടുത്തത് മൂർക്കോത്ത് കുമാരൻ. അദ്ദേഹത്തിൻ്റെ ഗുരുവിൻ്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട്. ഇത് സമർപ്പിച്ചത് ചട്ടമ്പി സ്വാമികൾക്കാണ്. അർദ്ധനാരീശ്വര സ്തോത്രം എഴുതിയത് ഗുരുവാണ്. ഗുരു സ്കൂൾ സ്ഥാപിച്ചത് എവിടെയാണ്? അഞ്ചുതെങ്ങിലാണ്. അരുവിപ്പുറം പ്രതിഷ്ഠ സമയത്ത് രചിച്ച കൃതിയാണ് ശിവശതകം. ഗുരു അരുവിപ്പുറം പ്രതിഷ്ഠ സമയത്ത് രചിച്ച കൃതിയാണ് ശിവശതകം. അരുവിപ്പുറം വിപ്ലവം എന്നറിയപ്പെടുന്നത് അരുവിപ്പുറം പ്രതിഷ്ഠയാണ്. ഗുരു വിവർത്തനം ചെയ്ത കൃതികളാണ് ഈശോവാസ്യോപനിഷത്ത്, തിരുക്കുറൽ, ഒടുവിലൊഴുക്കം എന്നിവ. അദ്ദേഹത്തിൻ്റെ തമിഴ് കൃതിയാണ് തേവാരപ്പതികങ്ങൾ. അദ്ദേഹം തപസ് അനുഷ്ഠിച്ചത് മരുത്താമലയിലെ പിള്ളത്തടം ഗുഹയിലാണ്. അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം എന്താണ്? ഓം സാഹോദര്യം സർവത്ര എന്നതാണ് അദ്വൈതാശ്രമത്തിൻ്റെ ആപ്തവാക്യം. അരുവിപ്പുറം ക്ഷേത്രഭിത്തിയിൽ എഴുതിയിരിക്കുന്നത് ജാതിഭേദം മതദ്വേഷമേതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാണിത് എന്നാണ്. ആരുടെ പ്രേരണയാലാണ് SNDP സ്ഥാപിച്ചത്? ഡോക്ടർ പൽപ്പുവിൻ്റെ. ഗുരു ആരുടെ പ്രേരണയാലാണ് SNDP സ്ഥാപിച്ചത്? ഡോക്ടർ പൽപ്പുവിൻ്റെ പ്രേരണയാൽ. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ഗുരുവാണ്. ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവാണ്. SNDPയുടെ ആദ്യ സെക്രട്ടറി കുമാരനാശാനാണ്. SNDPയുടെ ആജീവനാന്ത അധ്യക്ഷൻ ഗുരുവാണ്. ആദ്യ ഉപാധ്യക്ഷൻ ഡോക്ടർ പൽപ്പുവാണ്. SNDPയുടെ ആദ്യ സെക്രട്ടറി ആരാണ്? അത് കുമാരനാശാനാണ്. അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരനു സുഖത്തിനായി വരേണം. ഇത് ആത്മോപദേശ ശതകം എന്ന കൃതിയിലെ വരികളാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം ഈ വചനമുള്ളത് ജാതിമീമാംസയിലാണ്. വിവേകോദയം മാസികയുടെ സ്ഥാപകനാരാണ്? കുമാരനാശാനാണ് വിവേകോദയം മാസികയുടെ സ്ഥാപകൻ. സർവമത സമ്മേളനം എന്നാണ് ഗുരു വിളിച്ചു ചേർത്തത് 1924 SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. 1904 ഇത് പ്രസിദ്ധീകരിക്കുന്നത്. വിവേകോദയത്തിൻ്റെ പത്രാധിപർ M. ഗോവിന്ദനാണ്. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് വിവേകോദയമാണ്. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രം യോഗനാഥം ആണ്. SNDPയുടെ ആസ്ഥാനം എവിടെയാണ്? അത് കൊല്ലമാണ്. അപ്പോൾ വിവേകോദയം മാസികയുടെ സ്ഥാപകനാരാണ്? അത് കുമാരനാശാനാണ് വിവേകോദയം മാസികയുടെ സ്ഥാപകൻ. സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് 1924 SNDPയുടെ മുഖപത്രമാണ് SNDPയുടെ മുഖപത്രമാണ് വിവേകോദയം. 1904 ഇത് സ്ഥാപിക്കുന്നത്. വിവേകോദയത്തിൻ്റെ പത്രാധിപരാണ് M. ഗോവിന്ദൻ. ഈഴവ ഗസറ്റ് എന്നറിയപ്പെടുന്നത് വിവേകോദയമാണ്. SNDPയുടെ ഇപ്പോഴത്തെ മുഖപത്രമാണ് യോഗനാഥം. SNDPയുടെ ആസ്ഥാനം കൊല്ലമാണ്. ഗുരുവിന് 1999 നൂറ്റാണ്ടിലെ മലയാളി എന്ന് എന്ന വിശേഷണം നൽകിയ പത്രമാണ് മലയാള മനോരമ. ടാഗോർ ഗുരുവിനെ കണ്ടുമുട്ടിയത് ശിവഗിരിയിലാണ്. ടാഗോറിനോടൊപ്പം ഉണ്ടായിരുന്നത് CF ആൻഡ്രൂസാണ്. ദീനബന്ധു എന്നറിയപ്പെടുന്ന CF ആൻഡ്രൂസാണ് ടാഗോറിനോടൊപ്പം ഉണ്ടായിരുന്നത്. ഗുരുവും ടാഗോറും തമ്മിലുള്ള സംഭാഷണത്തിലെ ദ്വിഭാഷി കുമാരനാശാനാണ്. ഗുരുവും ഗാന്ധിജിയും തമ്മിലുള്ള സംഭാഷണത്തിലെ ദ്വിഭാഷി N. കുമാരനാണ്. ഗുരുവിൻ്റെ ആദ്യ ശ്രീലങ്ക ദർശനം 1918 രണ്ടാമത് ഗുരു ശ്രീലങ്ക സന്ദർശിച്ചത് 1926 ഗുരുവിൻ്റെ ശിഷ്യനായ ഏക യൂറോപ്യനാണ് ഏണസ്റ്റ് കിർക്ക്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയാണ് ശ്രീനാരായണ ഗുരു. മറ്റൊരു രാജ്യത്തിൻ്റെ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാളിയും ശ്രീനാരായണ ഗുരു തന്നെയാണ്. SNDPയുടെ രൂപീകരണത്തിന് കാരണമായത് അരുവിപ്പുറം
ക്ഷേത്രയോഗമാണ്. 1893 നടന്ന അരുവിപ്പുറം ക്ഷേത്രയോഗമാണ് SNDPയുടെ രൂപീകരണത്തിന് കാരണമായത്. ഇത്രയുമാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഇതുകൂടാതെ ദ നോവൽ ഗുരു ഈസ് റിട്ടൺ ബൈ KS സുരേന്ദ്രനാണ്. ഗുരു എന്ന നോവൽ എഴുതിയതാരാണ്? അത് KS സുരേന്ദ്രനാണ്. അപ്പോൾ ഇത്രയുമാണ് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അടുത്തതായി അയ്യങ്കാളി. അയ്യങ്കാളി ജനിക്കുന്നത് 1863 ഓഗസ്റ്റ് 28-നാണ്. അദ്ദേഹം മരിക്കുന്നത് 1941 ജൂൺ 18-നാണ്. അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിലെ പെരുങ്കാട്ടുവിളയിലാണ് അയ്യങ്കാളി ജനിക്കുന്നത്. സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. അതെന്നാണ് സ്ഥാപിച്ചത്? 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിക്കുന്നത്. പുലയ മഹാസഭ എന്നാക്കി മാറ്റിയത്, അതായത് സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കി മാറ്റിയത് 1938 ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായിരുന്ന ആദ്യ ഹരിജനാണ് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യങ്ങളാണ് അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം, അധസ്ഥിതരുടെ കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം, തൊഴിലെടുക്കുന്നവർക്ക് കൂലി വർധന. ഇവയാണ് സാധുജന പരിപാലന സംഘത്തിൻ്റെ ലക്ഷ്യങ്ങൾ. ജന്മഗൃഹം, അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹം പ്ലാവത്തറ വീട്. അപ്പോൾ അദ്ദേഹം ജനിച്ചത് തിരുവനന്തപുരം ജില്ലയിലെ വെങ്ങാനൂരിൽ പെരുങ്കാട്ടുവിളയിലാണ്. അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹമാണ് പ്ലാവത്തറ വീട്. 1893 അയ്യങ്കാളി വില്ലുവണ്ടി യാത്ര സംഘടിപ്പിക്കുന്നത്. പുലയരുടെ രാജാവെന്ന് ഗാന്ധിജി വിളിച്ചത് അയ്യങ്കാളിയെയാണ്. അപ്പോൾ വില്ലുവണ്ടി യാത്ര എന്നാണ് 1893 പുലയരുടെ രാജാവെന്ന് ഗാന്ധിജി വിളിച്ചത് അയ്യങ്കാളിയെയാണ്. തിരുവിതാംകൂറിലെ ആദ്യ കർഷക സമരത്തിന് നേതൃത്വം നൽകിയത് അയ്യങ്കാളിയാണ്. കല്ലുമാല സമരം നടക്കുന്നത് 1915 പെരിനാട് എന്ന സ്ഥലത്താണ് ഈ കല്ലുമാല ലഹള നടക്കുന്നത്. അതുകൊണ്ട് പെരിനാട് ലഹള എന്നും ഇത് അറിയപ്പെടുന്നു. അപ്പോൾ കല്ലുമാല സമരം 1915 ഇത് അയ്യങ്കാളിയാണ് നടത്തിയത്. വില്ലുവണ്ടി യാത്ര 1893. ആളിക്കത്തിയ തീപ്പൊരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘത്തിൻ്റെ പേര് പുലയ മഹാസഭ എന്നാക്കിയത് 1938 ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി 28 വർഷം അംഗമായിരുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖപത്രമാണ് സാധുജന പരിപാലിനി. സാധുജന പരിപാലിനിയുടെ നേതാവ് ഗോപാലദാസാണ്. മുഖ്യ പത്രാധിപർ ചെമ്പംതറ കാളിച്ചോതി കറുപ്പനാണ്. സാധുജന പരിപാലന സംഘത്തിൻ്റെ മുഖ്യ പത്രാധിപരാണ് ചെമ്പന്തറ കാളിച്ചോതി കറുപ്പൻ. ഇന്ത്യയുടെ ആദ്യത്തെ ദളിത് പത്രമായി അറിയപ്പെടുന്നത് സാധുജന പരിപാലിനിയാണ്. അയ്യങ്കാളി ശ്രീമൂലം പ്രജാസഭയിൽ അംഗമായത് 1911 90-ാം ആണ്ട് സമരം 1915 പുലയ ലഹള, ഊരൂരുട്ടമ്പലം ലഹള എന്നൊക്കെ അറിയപ്പെടുന്നത് 90-ാം ആണ്ട് ലഹളയാണ്. അപ്പോൾ അയ്യങ്കാളി സംഘടിപ്പിച്ച സമരങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വില്ലുവണ്ടി യാത്ര 1893, കല്ലുമാല സമരം 1915, കല്ലുമാല സമരം പെരിനാട് ലഹള എന്നും അറിയപ്പെടുന്നു. 90-ാം ആണ്ട് സമരം 1915 ഇത് പുലയ ലഹള, ഊരൂരുട്ടമ്പലം ലഹള എന്നെല്ലാം അറിയപ്പെടുന്നു. പുലയ രാജ എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ്. പിന്നാക്ക ജാതിയിൽപ്പെട്ടവർക്ക് സ്കൂൾ പഠനം അനുവദിച്ച രാജാവ് ശ്രീമൂലം തിരുനാളാണ്. പിന്നാക്ക ജാതിയിൽപ്പെട്ടവർക്ക് സ്കൂൾ പഠനം അനുവദിച്ച രാജാവ് ആരാണ്? ശ്രീമൂലം തിരുനാൾ. അയ്യങ്കാളിയെ ഗാന്ധിജി സന്ദർശിച്ചത് 1937. ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ അയ്യങ്കാളിയാണെന്ന് അഭിപ്രായപ്പെട്ടത് EK നായനാരാണ്. അപ്പോൾ അയ്യങ്കാളിയെ ഇന്ത്യയുടെ മഹാനായ പുത്രൻ എന്ന് വിളിച്ചത് ഇന്ദിരാഗാന്ധിയും ഇന്ത്യയിൽ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ എന്ന് പറഞ്ഞത് ആരാണ്? EK നായനാരുമാണ്.
വില്ലുവണ്ടി സമരം എന്നാണ് 1893 ഇത്. വെങ്ങാനൂർ മുതൽ കവടിയാർ വരെ ആയിരുന്നു ഏത് വില്ലുവണ്ടി സമരം. പെരിനാട് ലഹള എന്നറിയപ്പെടുന്നത് കല്ലുമാല സമരമാണ്. 1912 നെടുമങ്ങാട് ചന്തകലാപം. അപ്പോൾ ഏതൊക്കെയാണ് അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ? 1912 നെടുമങ്ങാട് ചന്തകലാപം, 1915 90-ാം ആണ്ട് സമരം അഥവാ പുലയ ലഹള അഥവാ ഊരുരുട്ടമ്പൽ ലഹള, 1915 തന്നെ കല്ലുമാല സമരം അഥവാ പെരിനാട് ലഹള, വില്ലുവണ്ടി യാത്ര 1893. അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി 2010 നിലവിൽ വന്നത്. 2002 ഇന്ത്യൻ തപാൽ വകുപ്പ് അയ്യങ്കാളിയെ ആദരിച്ച് സ്റ്റാമ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ഇത്രയുമാണ് അയ്യങ്കാളിയെക്കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്നത്തെ ഓഡിയോയിൽ നമ്മൾ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചും അയ്യങ്കാളിയെക്കുറിച്ചുമാണ് വിവരിച്ചത്. താങ്ക് യു.